പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്നലെ മുതൽ മലയാള മാധ്യമങ്ങളിൽ വല്ലാതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന, മലയാള മാധ്യമങ്ങളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്ത. ആ വാർത്ത നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ? ഇത് ഇന്നലെ തിരുവനന്തപുരത്ത് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുത്ത RSSൻ്റെ 100ാം വർഷവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയുടെ വാർത്തയാണ്. ആ പരിപാടിയിൽ MG സർവകലാശാല, മലയാളം സർവകലാശാലകളുടെ VC-മാർ പങ്കെടുത്തതിനാണ് ഈ അസ്വസ്ഥത. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, RSS നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല. ഏതെങ്കിലും കാലത്ത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരാണോ നിരോധിച്ചത് ആ നിരോധിച്ച സർക്കാർ തന്നെ ആ നിരോധനം പിൻവലിച്ചിട്ടുള്ള സംഘടനയാണ്. അല്ലാതെ BJP സർക്കാരല്ല ഒരു സമയത്തും RSSൻ്റെ നിരോധനം പിൻവലിച്ചു. ഇന്നത്തെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും ഒക്കെ RSSൻ്റെ ചുമതലപ്പെട്ട കാര്യകർത്താക്കളായിരുന്നു. ആ സംഘടന ഒരു ഹോളിൽ വെച്ച് നടത്തുന്ന, വിശിഷ്ട അതിഥികളെ ക്ഷണിച്ച് നടത്തുന്ന ഒരു പരിപാടി, അതിൻ്റെ 100ാം വർഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, സർവകലാശാല VC-മാർ, അതേപോലെ തന്നെ ഫിലിം സ്റ്റാർസ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ RSS സർസംഘചാലകൻ്റെ പ്രഭാഷണം മാത്രമല്ല, RSSനെ സംബന്ധിക്കുന്ന സംശയങ്ങൾ ചോദിക്കാം, ആശങ്കകൾ ചോദിക്കാം. ഇതെല്ലാം ആ പരിപാടി ചോദിക്കാം, അല്ലാതെ പ്രഭാഷണം മാത്രമുള്ള ഒരു പരിപാടിയല്ല. ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് RSSനോട് വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ പരിപാടിയിൽ നേരിട്ട് RSSൻ്റെ ഏറ്റവും ഉയർന്ന അധികാരിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ, നിങ്ങളുടെ വിയോജിപ്പായാലും ആശങ്കയായാലും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഇന്ത്യ മുഴുവൻ നടക്കുന്ന, എല്ലാ സംസ്ഥാനവും നടക്കുന്ന ഒരു പരിപാടി. ആ പരിപാടിയിൽ കേരളത്തിലെ 2 VC-മാർ പങ്കെടുത്ത വാർത്തയാണ് എക്സ്ക്ലൂസീവ് ചിത്രങ്ങളെന്നും എക്സ്ക്ലൂസീവ് വാർത്തയെന്നും, അതേപോലെ തന്നെ വാർത്തയിൽ ആ ഫോട്ടോ കാണിച്ചിട്ട് അവരെ പങ്കെടുത്ത VC-മാരെ റെഡ് മാർക്ക് ചെയ്ത് കാണിക്കുക. ഈ മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റും. കാരണം IS പോലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന പോലോ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയല്ല ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന RSS. പ്രധാനമന്ത്രി മുതൽ ഉപരാഷ്ട്രപതി വരെ അതിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അവർ RSSൻ്റെ കാര്യകർത്താക്കളായിരുന്നവർ. അതുകൊണ്ട് ഇത്തരം കുത്തിത്തിരിപ്പ് വാർത്തകൾ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേരെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റിയത്, ആ സന്തോഷം നിങ്ങളുടെ നടക്കട്ടെ. അതിനപ്പുറത്ത് ഈ വാർത്തയിൽ നിങ്ങൾക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നല്ലാതെ ഈ വാർത്തയിൽ വേറെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ വാർത്തയിലോ ഇവർ പങ്കെടുത്തതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് കുറച്ച് പേരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്ന് മാത്രം. നമസ്കാരം.